ആരാധനാക്രമ സംരക്ഷകരാകേണ്ട ചില മെത്രാന്മാരാണ് സീറോ മലബാർ സഭ മേജർ അതിരൂപതയിൽ ഏകീകരണ കുർബാന വിഷയത്തിൽ ഇപ്പോൾ ചില തടസ്സവാദങ്ങൾ ഉന്നയിച്ച് പുറപ്പെട്ടിരിക്കുന്നതിന്റെ പിന്നാമ്പുറ കഥകൾ വിശ്വാസി സമൂഹം തിരിച്ചറിയണം. ഇത്തരം നീക്കങ്ങൾ അത്യന്തം പ്രതിഷേധാർഹവും അപലപനീയവും വിശ്വാസവഞ്ചനയും സഭാ പ്രബോധനങ്ങളുടെ ലംഘനവുമാണ് മറ നീക്കി പുറത്തായിരിക്കുന്നതെന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ ഭാരവാഹികൾ പത്രവാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. ഈ പറയുന്ന വിമതന്മാരായിട്ടുള്ള വൈദികർക്കും ആത്മായർക്കും ഏതാനും ചില ആത്മാർക്കും ഒത്താശ ഇവർ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികപരമായോ അല്ലാതെയോ ഉള്ള സഹായങ്ങൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അവരുടെ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവര് ഈ ഒച്ചപ്പാടും ഈ സഭയിൽ ഈ പറഞ്ഞ ഈ രൂപതയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ 35 രൂപതയാണ് സീറോ മലബാർ സഭയെ സംബന്ധിച്ച്. അതൊക്കെ നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാം, ഇതിനൊക്കെ കൂടുതൽ അറിയാം. ആ 35 രൂപതയിൽ 34ലും അംഗീകരിച്ചു കഴിഞ്ഞു. ഒരു രൂപതയിലാണ് ഈ പ്രശ്നം വരുന്നത്. അത് എന്തിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ പറയുന്നത്? ഇതൊക്കെ സമ്പത്ത് അടിഞ്ഞുകൂടിയത് വിനിയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാട്, ഒരു വ്യഗ്രത കാണിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ പറയുന്നത് ആദ്യം ഈ പറയുന്ന നമ്മൾ കാത്തലിക് നസ്രാണി അസോസിയേഷൻ ഈ പറയുന്ന സംഘടന പറയുന്നതിന്റെ മെയിൻ കാര്യം നിങ്ങൾ പറയുന്നത് ആദ്യം ഇതിനെ ഈ വിമതരായിട്ടുള്ള ഒച്ചപ്പാടുണ്ടാക്കുന്ന വൈദികരുടെ പേരിൽ നടപടി എടുക്കുന്നതിന് മുൻപ് ഈ പിതാക്കന്മാരെയാണ് പുറത്താക്കേണ്ടിയിരിക്കുന്നതെന്നാണ് ഞങ്ങൾ ആരോപിക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന ഏകീകരണ വിഷയത്തിൽ മെത്രാൻ സിനഡ് ഒന്നടങ്കം തീരുമാനമെടുത്ത് അതിൽ ഒപ്പുവെച്ചതിനു ശേഷം അതിരൂപതയിലെ ചില മെത്രാന്മാർ വിയോജിപ്പറിയിച്ചത് വിശ്വാസ സമൂഹത്തോട് കാണിച്ച കടുത്ത അവഹേളനമാണ്. സഭയുടെ സ്ഥാപനങ്ങൾ സഭാവിരുദ്ധ പ്രവർത്തന കേന്ദ്രങ്ങളാക്കി മാറ്റുന്നത് നേതൃത്വം ഇടപെട്ട് അവസാനിപ്പിക്കണം. സഭാപക്ഷത്ത് നിലയുറപ്പിച്ചിരിക്കുന്നവർക്ക് സഭയുടെ സ്ഥാപനങ്ങളിൽ യോഗം സംഘടിപ്പിക്കുവാൻ അനുമതി ലഭിക്കുന്നില്ല. ഇത് ഇരട്ടത്താപ്പാണ്. ഇപ്പോൾ നടന്നുവരുന്ന കൊറോണ തല യോഗങ്ങൾ സഭാ സ്ഥാപനങ്ങളിൽ വെച്ച് നടത്തുന്നത് തീർത്തും സഭാവിരുദ്ധ പ്രവർത്തനമാണെന്ന് CNA അൽമായ നേതാക്കൾ ചൂണ്ടിക്കാട്ടി. സഭാവിരുദ്ധരുടെ ലക്ഷ്യം പള്ളികളും സഭാ സ്ഥാപനങ്ങളും കൈവശപ്പെടുത്തുന്നതിനുള്ള ചരട് വലികളാണ് ഇതിന് പിന്നിൽ. സഭാ അനുകൂല വിശ്വാസ സമൂഹം നിസ്സംഗ മനോഭാവം വെടിഞ്ഞ് ഇതിനെതിരെ ശക്തമായി പോരാടണം. മാർപ്പാപ്പയുടെ കൽപ്പനകളെ വരെ കാറ്റിൽ പറത്തി സഭയിൽ അടിക്കടി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവരെ, അച്ചടക്കം ലംഘിക്കുന്നവരെയും സഭയിൽ നിന്ന് നീക്കം ചെയ്ത് അതിരൂപതയിൽ ശാശ്വതമായി സമാധാനം പുനഃസ്ഥാപിക്കണം. നഷ്ടപ്പെടുന്നത് പൂർവികർ പടുത്തുയർത്തിയ സഭയുടെ സ്ഥാപനങ്ങളും പാരമ്പര്യവുമാണ്. സഭാ നേതൃത്വം വിമത പ്രവർത്തനങ്ങൾക്ക് ശക്തമായ ശിക്ഷാ നടപടികളും വിലക്കും ഉൾപ്പെടെ ഏർപ്പെടുത്തിയില്ലെങ്കിൽ കാത്തലിക് നസ്രാണി അസോസിയേഷൻ വിശ്വാസികളെ സംഘടിപ്പിച്ച് ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്ക് രൂപം നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സീറോ മലബാർ സഭാ ദിനമായ ജൂലൈ 3 മുതൽ അതിരൂപതയിൽ ഏകീകരണ ബലി അർപ്പിക്കുന്ന വൈദികർക്കും വിശ്വാസികൾക്കും പോലീസ് സംരക്ഷണം നൽകണമെന്ന് CNA അൽമായ നേതാക്കൾ സർക്കാരിനോടും ബന്ധപ്പെട്ട പോലീസ് അധികാരികളോടും ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നവരെ മാതൃകാപരമായി ശിക്ഷിക്കാൻ ഇനിയും കാലതാമസത്തിന് ഇടവരുത്തരുത്. പത്രവാർത്താ സമ്മേളനത്തിൽ CNA ചെയർമാൻ ഡോക്ടർ MP ജോർജ്, വക്താവ് ഷൈബി പാപ്പച്ചൻ, മറ്റു ഭാരവാഹികളായ AP അവറാച്ചൻ, പിയൂസ് തോമസ്, ജെറാർഡ് പള്ളിപ്പാടൻ തുടങ്ങിയവർ പങ്കെടുത്തു.